റോയ്ചായ PM ശ്രീയിൽ നിന്ന് പിന്മാറുമെന്ന് കത്ത് കൊടുക്കുമെന്ന് CPIക്ക് ഒരു ഉറപ്പ് CPM കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിൽ CPI പരാതിയും പറയുന്നില്ല. CPIക്ക് പരാതിയൊന്നും പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല ഇപ്പോൾ CPIയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതിനൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് കേന്ദ്രത്തിന് കത്ത് കൊടുക്കാനായിട്ട് തീരുമാനിച്ച വിവരം മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ആഴ്ച ഒന്ന് കഴിഞ്ഞിട്ടും കേന്ദ്രത്തിന് PM ശ്രീ പിൻവലി അത് നടപ്പാക്കില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള കത്ത് കൊടുക്കാനായിട്ട് ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പോയി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. വാക്കാൽ ഇത് നടപ്പാക്കില്ല എന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുകയാണെന്ന് വാക്കാൽ പറഞ്ഞു എന്നാണ് ശിവൻകുട്ടി മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ഒരു മൊത്തത്തിലൊരു ശരിയേട്, ഒരു അവ്യക്തത, അവിശ്വാസം ഒക്കെ തന്നെ അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഒരു കത്ത് കൊടുക്കുന്നതിന് ഇത്ര വലിയ നടപടിക്രമങ്ങൾ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഒരു പ്രധാന പ്രശ്നം. നേരത്തെ പോയി ഇതിനകത്ത് ഒപ്പിട്ട് കൊടുത്തതാണ്, ഞങ്ങൾ നടപ്പാക്കാമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുകയും അത് തന്ത്രപരമായ നീക്കമെന്നാണ് ശിവൻകുട്ടി ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് CPIയുടെ എതിർപ്പ് വരികയും ഇങ്ങനൊരു സർക്കാരാണോ, ഇങ്ങനൊരു മുന്നണിയാണോ എന്നൊക്കെയുള്ള ബിനോയ് വിശ്വത്തിൻ്റെ ചോദ്യത്തിൻ്റെ പുറകിലാണ് ഒന്ന് പുനർചിന്തിക്കാനായിട്ട് സർക്കാരും CPM ഒക്കെ തീരുമാനിച്ചത്. പക്ഷേ CPM ഒരളവോളം ഒരു മുറിവേറ്റ സിംഹം പോലെയാണ് CPM നിൽക്കുന്നത്. കാരണം CPMൻ്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുകയും CPM BJPയുമായിട്ട് എന്തോ ഒരു രഹസ്യ ബാന്ധവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പ്രതീതി CPIക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് CPMന് വലിയൊരു പ്രതിച്ഛായ നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് നിൽക്കുന്നത്. അതിനിടയിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തത്, നടപ്പിലാക്കും, അത് പിൻവലിക്കും എന്നൊക്കെയുള്ളത് മറ്റിൽ കത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചായിട്ട് ഔദ്യോഗികമായി പറയുകയും ചെയ്തു. പക്ഷേ ആഴ്ച വന്നു കഴിഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല. ശിവൻകുട്ടി പോയി കാണുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ ശിവൻകുട്ടി പറഞ്ഞതിനകത്ത് ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്, ഒരു അവാസ്തവമായ ചില കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഇന്നലെ ഈ മീറ്റിങ്ങിന് ശേഷം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനകത്ത് ഇങ്ങനെയാണ് അത് പറയുന്നത്: വി ഹെൽഡ് പ്രൊഡക്റ്റീവ് ഡിസ്കഷൻസ് ഓൺ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് NEP 2020 PM ശ്രീ ആൻഡ് എൻഷുറിംഗ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് കമ്പോണൻസ് അണ്ടർ ദി സമഗ്ര ശിക്ഷ കേരള ആസ് വെൽ ആസ് അതർ എഡ്യൂക്കേഷൻ പ്രയോറിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് കേരള. അപ്പോൾ ശ്രീമാൻ ശിവൻകുട്ടിയുമായിട്ട് ഫലപ്രദമായ ചർച്ച നടന്നു എന്നാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചും PM ശ്രീയെക്കുറിച്ചും ഫലപ്രദമായ ചർച്ച നടത്തിയെന്നാണ് കേന്ദ്രമന്ത്രി എക്സിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വാക്കാൽ പറഞ്ഞു പിന്നോട്ട് പോകുമെന്ന് പറയുന്നത്? അങ്ങനെ ഒരു കാര്യമേ കേന്ദ്രമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനകത്ത് എങ്ങും പറയുന്നില്ല. അങ്ങനെ ഒരു സൂചന പോലും പറയുന്നില്ല. കേരളം ഇങ്ങനെ ഒരു ആവശ്യപ്പെട്ടതായിട്ട് പോലും ഒരു സൂചനയില്ല. അപ്പോൾ പിന്നെ ശിവൻകുട്ടി പറഞ്ഞ സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? CPIക്കാർക്ക് ഇപ്പോൾ ഒരുമാതിരി തൊണ്ടയിൽ കുരുങ്ങിയ ആഹാരം പോലെ ആയിരിക്കുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ഇനി ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും പുകിലുണ്ടാക്കിയാൽ പടക്കം പൊട്ടുന്ന പോലെ CPIയുടെ സ്ഥാനാർത്ഥികൾ കേരളം മുഴുവൻ തോക്കും എന്നുള്ള സ്ഥിതിയിലുണ്ടാവും. അല്ല, CPM ഇതിനു വേണ്ടി തന്നെ ആയിരിക്കണം കാത്തിരുന്നത്, ഇങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ. അപ്പോൾ അത് CPI ഏതാണ്ട് അടിവില്ലിൽ വീണ എലിയുടെ അവസ്ഥയിലാണ് CPI ഇപ്പോൾ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം നഷ്ടപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ കത്ത് കൊടുത്താലും ഇത് പിന്മാറ്റാൻ ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാനത്ത് കഴിയില്ലെന്നാണ് ആ എഗ്രിമെൻറ്റിൻ്റെ ക്ലോസിനകത്തുള്ളത് തന്നെ. അത് കേന്ദ്രം വിചാരിച്ചാൽ അവർക്ക് മാത്രമേ അതിനകത്തുനിന്ന് പിന്മാറാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ CPI പറയുന്ന ഈ അവകാശവാദങ്ങൾ ഇനി എവിടെ പോകും? ഇനി ഡിസംബർ 13 മുമ്പ് ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പായി കഴിഞ്ഞു. കത്ത് കൊടുക്കുക. ശിവൻകുട്ടി 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് ജനറൽ അത് നിയമം അതിൻ്റെ വശം പരിശോധിച്ചുകൊണ്ട് എന്തിനാ അഡ്വക്കേറ്റ് ജനറലിൻ്റെ പിന്നെ ഒരു ഉപസമിതിയും വെച്ചിട്ടുണ്ട് പഠിക്കാൻ. ആ സമിതിയുടെ റിപ്പോർട്ടും കൂടെ ഒരു കാരണമായിട്ട് പറയാം. ഇത് നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഒപ്പിട്ടതിനകത്തൊന്നും നിങ്ങൾക്ക് പിന്മാറണമെന്നുണ്ടെങ്കിൽ ഉപസമിതിയുടെ പഠന റിപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ? AGയുടെ റിപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഇതൊന്നും ആലോചിക്കാതാണോ പോയി സർക്കാർ ഒപ്പിട്ട് കൊടുത്തത്? അപ്പോൾ CPIക്ക് കൊടുത്ത വാഗ്ദാനം അല്ലെങ്കിൽ CPIക്ക് കൊടുത്ത ഉറപ്പെന്ന് പറയുന്നത് ഇനി എവിടെ ചെന്ന് നടപ്പിലാക്കാണ്? ഇനി അതിൻ്റെ പണം കൂടെ വാങ്ങിക്കാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ പണം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞ് പിന്മാറ്റം നടക്കുമോ? കേന്ദ്രം വിചാരിച്ചാൽ മാത്രമേ പിന്മാറ്റം നടക്കുകയുള്ളൂ. അല്ല, അത് ഫണ്ട് ലഭിക്കാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഇന്നലെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എവിടെയാണ് നിങ്ങൾ തത്വത്തിൽ അതുമായിട്ട് യോജിച്ച് പോകാൻ തീരുമാനിച്ചു? കാരണം
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നതാണ്, വി ഹെൽഡ് പ്രൊഡക്റ്റീവ് ഡിസ്കഷൻ എന്നാണ് പറയുന്നത്. പ്രൊഡക്റ്റീവ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫലപ്രദമായ രീതിയിൽ ചർച്ച നടന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചും PM ശ്രീയെക്കുറിച്ചും ഞങ്ങൾ ചർച്ച നടത്തിയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. അന്ന് നടത്തിയില്ല എന്ന് പറയാനുള്ള ആർജവും ശിവൻകുട്ടിയോട് കാണിക്കുന്നുമില്ല. വാക്കാൽ പറഞ്ഞതിനകത്ത് അന്തരീക്ഷത്തിൽ കിടക്കുന്നതിന് വാക്കാൽ പറഞ്ഞതിന് എന്ത് കാര്യം? അപ്പോൾ ഇത് CPI-കാരെ പറഞ്ഞു പറ്റിക്കുകയാണ്. CPI-കാർക്ക് അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ CPI-കാർ ഇപ്പം നിലപാട് പറയേണ്ടതാണ്. ഇന്ന് ഏതായാലും ജനയുഗം CPI-യുടെ ഔദ്യോഗിക ദിനപത്രത്തിൽ പോലും ഇങ്ങനൊരു വാർത്തയെക്കുറിച്ചൊന്നും, ഈ ചർച്ച നടത്തിയതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞെന്നോ ഒന്നും ജനയുഗം ഇങ്ങനൊരു വാർത്ത കണ്ടതായിട്ട് പോലും നടിച്ചിട്ടില്ല. ഒപ്പിട്ടതായി കേട്ടു എന്ന് പറഞ്ഞ അപ്പം എന്ന് പറയുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പം ഇവർക്ക് കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരു സ്ഥിതിയിലാണ് CPI വന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ CPI-യെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? ആ ചോദ്യം പോലും ചോദിക്കാൻ അവർക്ക് ധൈര്യമില്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ഒരു കാര്യത്തിനകത്താണ്ട് ഈ മുഖ്യമന്ത്രിക്കും ശിവൻകുട്ടിക്കൊക്കെ സമയം നീട്ടിക്കിട്ടും. 1 മാസം കൂടി ഇനിയും നീട്ടിക്കിട്ടും. അല്ല, ഡിസംബർ കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളായി. പിന്നെ അതിനെ സംബന്ധിച്ചൊരു ചോദ്യമൊന്നും ഇനിയും വരാൻ പോകുന്നില്ല. ഇനി അഥവാ ചോദിച്ചാൽ തന്നെ കണ്ണുരുട്ടി കാണിച്ച് വിരട്ടിയിരുത്താനുള്ള സ്ഥിതിയുണ്ട്. കാരണം ഇത് നടക്കുമായിരുന്നെങ്കിൽ ഈ ആഴ്ച നടക്കണ്ടായിരുന്നു. ഈ ആഴ്ചത്തെ ഈ ക്യാബിനറ്റിന് മുമ്പ്, നാളെ നടക്കുന്ന ക്യാബിനറ്റിന് മുമ്പ് എന്തെങ്കിലും നടന്നു എന്ന് പറയാമായിരുന്നു. അതുപോലും എനിക്ക് തോന്നുന്ന ഈ സാങ്കേതിക വശങ്ങൾ വെച്ച് കണക്കാക്കുമ്പോൾ അതായിരിക്കാം സർക്കാർ ഇത് സമയം നീട്ടിക്കൊണ്ടു പോകുന്നത്. സാങ്കേതികമായി ഈ എഗ്രിമെൻറ്റിനകത്തുനിന്ന് പിന്നോട്ട് പോകാനാകാത്ത ഒരവസ്ഥയുണ്ട്. ഒരിക്കലും ഒപ്പിട്ട് കഴിഞ്ഞാൽ കേന്ദ്രം വിചാരിച്ചാൽ മാത്രമേ ഈ ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് അത് പറഞ്ഞിട്ട് പിന്നോട്ട് പോകാനും കഴിയത്തില്ല. അപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ട് സാഹചര്യത്തിൽ PM ശ്രീയുടെ ഭാഗമായി നിൽക്കുക. അതുകൊണ്ടാണല്ലോ BJP സർക്കാർ അഭിനന്ദിക്കുകയും AVP മന്ത്രിയെ വന്ന് നേരിൽ കണ്ട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അതിനകത്തൊന്നും ഇനിയും പുറകോട്ട് പോകൽ നടക്കത്തില്ല. പുറകോട്ട് പോകലെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു വിശ്വാസ തകർച്ചയുടെ ഭാഗമായി വരും. പല ഫണ്ടുകളെ അത് ബാധിക്കും. അതൊക്കെ തന്നെയായിരിക്കും സംസ്ഥാന സർക്കാരിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ. CPI-യെ സംബന്ധിച്ച് CPI പിടിച്ചെറിഞ്ഞ് ജയിച്ചു എന്ന് 10 പേരോട് പറയണം. ഞങ്ങൾ സർക്കാരിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ട് നിലനിർത്താനും മുന്നണിയുടെ ഇടതുപക്ഷ നയങ്ങൾ ഉറപ്പിച്ചു നിർത്താനും ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു എന്നൊക്കെ പരപ്പുറത്ത് നിന്ന് കയറി കൊട്ടിഘോഷിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ കാര്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ CPI-യും പതിവ് പോലെ പത്തി താഴ്ത്തി കിടക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം അതല്ലെങ്കിൽ ഇന്നലത്തെ ചർച്ചയ്ക്കകത്ത് ഒന്നും നടന്നിട്ടില്ല എന്നും ഈ വാക്കാൽ പറഞ്ഞു എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല എന്നും പിന്നെ പറയുന്നതിൻ്റെ ഒരു അർത്ഥം അതാണ്. അല്ലെങ്കിൽ ഇന്ന് 24 മണിക്കൂർ കഴിഞ്ഞു. ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഈ എക്സിലെ പോസ്റ്റിനെ കുറിച്ച് എന്നൊരക്ഷരം ശിവൻകുട്ടിയോ CPM-ഓ മിണ്ടാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ നടന്ന ചർച്ച ഫലപ്രദമായിരുന്നു എന്ന് പറയുന്ന ആ അവകാശവാദത്തെ തള്ളിക്കളയാനോ അത് നിഷേധിക്കാനോ ഒന്നും സംസ്ഥാന സർക്കാരോ വിദ്യാഭ്യാസ മന്ത്രിയോ CPM-ഓ തയ്യാറായിട്ടില്ല. CPI ഇത് കേട്ട് പാവങ്ങൾ പേടിച്ചു ഇരിക്കുകയാണ്. ഇനി ഇതിനോടെല്ലാം കലഹിച്ച് മുന്നണി മാറ്റം അങ്ങനെയുള്ള വലിയ ചിന്തകളിലേക്കൊക്കെ CPI-ക്ക് ഇപ്പോൾ ആരോഗ്യമുണ്ടോ? അതിനുള്ള ഒരു ആരോഗ്യവും ഇല്ല, അതിനുള്ള ധൈര്യവും ഇല്ല. കാരണം ഇപ്പോൾ ഗോളടിക്കാനുള്ള എല്ലാ സാധ്യതകളും CPM-ന്. CPM വരച്ച വരയ്ക്ക് അപ്പുറത്തേക്കൊന്നും CPI-ക്ക് പോകാനായിട്ട് അതിനുള്ള ആരോഗ്യം CPI-ക്ക് ഇല്ല, അതിനുള്ള നേതൃത്വമില്ല. ഈ ബിനോയ് വിഷയത്തിനൊന്നും അതിനുള്ള ഒരു സാധ്യതയില്ല. കാരണം അതിന് രാഷ്ട്രീയമായിട്ട് അവർക്ക് കേരളത്തിൽ അങ്ങനെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷവും ഇന്ന് നിലവിൽ ഇല്ല. അപ്പോൾ CPI-യുടെ കാരണം ഒന്നാലോചിച്ച് ഇതിനേക്കാട്ടിൽ ഭീകരമായ അവസ്ഥയാണ് അവരുടെ സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ തോറ്റത്. ഓപ്പണായിട്ട് CPM-ന്റെ സപ്പോർട്ട് സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള സാഹചര്യ തെളിവുകൾ പലതും പുറത്തു വന്നു. RS നേതാക്കളെ ADGP പോയി കണ്ടു, പൂരം കലക്കി. ഇതെല്ലാം നിൽക്കുമ്പോൾ പോലും അവിടുത്തെ CPI-യുടെ മന്ത്രി പറഞ്ഞിട്ട് പോലും അന്നത്തെ ADGP കേട്ടില്ല എന്നും ഫോൺ എടുത്തിട്ടില്ല എന്നും കരഞ്ഞുകൊണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക. സുനിൽകുമാറിൻ്റെ തോൽവിക്ക് തന്നെ കാരണമായത് ഇതാണെന്ന് പറയുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ CPI-ക്ക് എന്തുമാത്രം വരെ ചാടാൻ പറ്റും, എന്തുമാത്രം വരെ മസിൽ പിടിക്കാൻ പറ്റും എന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ അത് തന്നെ അത് CPM തന്ത്രപരമായ രീതിയിൽ മുതലെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സൂചന. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച കഴിഞ്ഞിട്ട് CPI-ക്ക് ഇനിയും മിണ്ടാനും പറ്റാത്തൊരു സ്ഥിതി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു, നോട്ടിഫിക്കേഷൻ 14-ാം തീയതി വരുന്നു. പിന്നെ ഇത് പറഞ്ഞ് ഇനി എന്ത് കലഹം ഉണ്ടാക്കാൻ പറ്റും? കലഹം ഉണ്ടാക്കാൻ പിടിച്ച പിടിയാലേ അത് ചെയ്യിക്കാനുള്ള കഴിഞ്ഞില്ല. കത്ത് കൊടുക്കലെന്ന് പറയുന്നത് ഒരു സാങ്കേതികത്വം മാത്രമാണ്. അതിനകത്ത് സർക്കാർ തീരുമാനിച്ച് ഒരു കേന്ദ്രത്തെ അറിയിച്ചാൽ പോരെ? ഔദ്യോഗികമായി ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആരാണെന്ന് വെച്ചാൽ കത്തയക്കേണ്ട ഒരു കേന്ദ്രത്തിന് കത്തയച്ചാൽ പോരെ, ഞങ്ങൾ ഈ പദ്ധതിയിൽ തുടരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ഒരു 4 വരി കത്ത് കൊടുക്കുന്നതിനകത്ത് എന്താണ് പ്രശ്നം? ഇനി എന്ന് നിയമവശങ്ങൾ പരിഗണിച്ചിട്ടാണ്. അതാണെങ്കിൽ തന്നെ കേന്ദ്രം അത് അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പറഞ്ഞു നിൽക്കാനെങ്കിലും കഴിയുമായിരുന്നു.
ക്യാബിനറ്റിൻ്റെ തീരുമാനപ്രകാരം ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ അന്തസ്സുണ്ടായിരുന്നു, കുറച്ചുകൂടെ CPIക്ക് മുഖം രക്ഷിച്ചെങ്കിലും നിൽക്കാൻ പറ്റുമായിരുന്നു. ഇതിപ്പം ഒന്നും പറ്റാത്ത സ്ഥിതിയിൽ നാളം കെട്ട് നിൽക്കേണ്ട സ്ഥിതിയിലാണ് CPI പോയി ചാടിയിരിക്കുന്നത്.